അടിച്ച് നിൽപ്പനടിയായിരുന്നു. മറ്റേ രണ്ട് കഴിച്ചോണ്ടിരുന്നപ്പോ പറയാണ് 2 ഓൾഡ് മോങ്ക് റയോട്ടറിന്റെ മാനേജർ നിൽക്കുന്നുണ്ടോ, പുള്ളിയോട് പറയാണ് 2 പെഗ് എടുക്കാൻ. ഒരു ജ്യൂസ് നമ്മൾ ആക്ച്വലി എലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞല്ലാട്ടോ, ഇത് ഇവര് നേരെ സംസാരിച്ചോണ്ട് തമാശ പറഞ്ഞാണ്. ഞാനപ്പോൾ ഇന്ന് ലൈക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഞാൻ രണ്ടാമതായിട്ടാണ് ലൈഫിൽ ഫ്ലൈറ്റിൽ കയറുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് കയറുന്നത്. ആൻഡ് ഇന്ന് ആക്ച്വലി ഞാൻ പോകുന്നത് നേരെ വേറെ എങ്ങുമല്ല, നമ്മുടെ റയറ്റിൻ്റെ, അതായത് എൻ്റെ ഗെയിമിങ് തന്നെ അറിയാവുന്നതൊക്കെ അറിയാം. പക്ഷേ വാലറന്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഡെവലപ്പ് ചെയ്തുള്ള റയറ്റിൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടെന്ന് ബാംഗ്ലൂർ വെച്ചിട്ട്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ ഇവൻറ്റിന് വേണ്ടി ഞാനിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഫ്ലൈറ്റ് യാത്ര ചെയ്ത് കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ഫ്ലൈറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി, ഇത്രയും ഡിലേ ആയിട്ടുണ്ട്. ബട്ട് എനിവേ ഇന്നിപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളോട് അല്ലെങ്കിൽ ആ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന്. സോ ഐ വിൽ ബി അപ്ലോഡിങ് ദാറ്റ് ടു. അപ്പോൾ ലൈക്ക് നമുക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാം ഗൈസ്. സീ യു ഓൾ, ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കണം. ഒരു കിടിലൻ എയർപോർട്ട്, രക്ഷയില്ല, കിടിലൻ ആംബിയൻസ്, ഭയങ്കര വലിയൊരു എയർപോർട്ട് ഒക്കെ. പറയാനായിട്ട് ഇനി ഒരുപാട് ട്രാവൽ ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട്, ഞാൻ ഒരുപാട് ട്രാവൽ ആയിട്ടില്ലെങ്കിൽ പോലും കൊച്ചിയും ട്രിവാൻഡ്രം എയർപോർട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതൊരു ഭയങ്കര വലിയൊരു എയർപോർട്ട്. സോ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അറൗണ്ട് ഒരു 1 hour വിത്തൗട്ട് ട്രാഫിക് ട്രാവൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഇനിയിപ്പം ഊബർ എന്തെങ്കിലും പിടിക്കാം. അതിന് മുമ്പ് പുറത്തിറങ്ങിയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്, ഒരു ചായ എന്തെങ്കിലും കുടിക്കണം. മണി 11, 1 മണിക്കാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതിനടുത്തുള്ള എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ആശ്വാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും പരിപാടി നോക്കാം. ഊബർ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ ടാക്സി ഉണ്ടെന്ന് അറിയാമെന്നുണ്ട്. ടാക്സിയെ വിളിച്ചു ഇവിടെ ഈ സമയത്ത് എത്തിയാന്ന് അറിയാനായിട്ട്. അപ്പോൾ എത്തിയപ്പോൾ ടാക്സി ഉണ്ട്, ടാക്സിയുടെ കൂടെ മെനു ഉണ്ട്. പക്ഷേ വണ്ടി ടാക്സി ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഇല്ലായിരുന്നു മെനു സർപ്രൈസ് ആയനായിരുന്നു. എന്നെ കട്ട ഗൗരവത്തിൽ നടന്നു പോയിട്ടാ. പിങ്ക് ഉള്ള ഷർട്ടൊക്കെ ഇട്ട് ഒരു ചൊട്ട പെട്ടി വെച്ച് നീ ഇതിനകത്ത് എന്തുകൊണ്ടുവന്നാ നിന്നെ അവിടെ പിടിച്ചെടുത്ത് പറഞ്ഞ്? എടി എവിടെ ഇവനെവിടെ പിടിച്ചെടുത്തിയാ? 1 മണിക്കൂർ പോസ്റ്റ്, മൂത്രം ഒഴിക്കാൻ പോണവൻ 1/2 മണിക്കൂർ, അവൻ്റെ ബാഗ് കാണാതെ ഒരു 1/2 മണിക്കൂർ. ഞാൻ ഊബർ വിളിച്ച് ഞാൻ ക്യാൻസൽ ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു വഴിപോക്കനെ കണ്ട് ലോകത്തില് ഏറ്റവും വലിയ മുണ്ടി ഡിലേ എന്ന് പറഞ്ഞാൽ 1 ഡിലേ. ഫ്ലൈറ്റ് ഇറങ്ങിയ ആൾക്കാരൊക്കെ വീടെത്തി. നിനക്കൊരു അറിയാവോ? ഇപ്പൊ പൈലറ്റ് എവിടെയാണെന്ന് അറിയാവോ? എന്റെ വണ്ടി ഫ്ലൈറ്റ് ഓടിച്ചാ അങ്ങനെ UK എത്തിന്ന്. ഇവിടെ സംഭവം പിന്നെ നിനക്ക് അബദ്ധം പറ്റി. നീ പെട്ടി അവന്റെ കൊടുത്തിരുന്നെങ്കിൽ ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞ കൊണ്ടുപോയനെ. നീ എടുത്തോണ്ടാണ് അത് ലഗേജ് ബാഗ് ആയിട്ട് മാറിയത്. നിന്റെ സൈസില് ലഗേജ് അവ എടുത്തെങ്കിൽ ഹാൻഡ് ബാഗ്. മിന്നി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടോ? മിന്നി നല്ല ക്യാമറ, ഞാൻ കൊണ്ടുവന്നു. എന്താടാ മിന്നി? സാംസങ് അയച്ചു കൊടുത്തേക്കാം. സാംസങ് അയച്ചു കൊടുത്തേക്കാം.
ഞങ്ങളെന്തായാലും ഊബർ എടുത്ത് അങ്ങോട്ട് പോയിട്ട് വരാം. ജിമ്മ ചിരി അതെ എന്നാ ഫുൾ ടൈം ഇതായിരിക്കും കേട്ടാ. ഹലോ എടേ ജിമ്മാ. ഓ ടൈറ്റ് ഇടുമ്പോ കിട്ട് ജാക്ക് ആൻഡ് ജോൺസ് ഡേ അവിടെ ബ്രാൻഡ് കാണിച്ചാണ്, സൈസ് അടിച്ചല്ല. ഇത് ജാക്ക് ആൻഡ് ജോൺസ് അടിച്ചാണ് 4000 രൂപ. ജാക്ക് ആൻഡ് ജോൺസിലൊന്നും വലിയ വില ഒന്നുമില്ല ചേട്ടാ ഇതിന്. ഇപ്പൊ ഇത് ഇന്നലെ 899 ഇപ്പഴേ കയറണ്ടേ സമയമായി. വാ 1:30 മണിക്ക് എത്തണം. നമ്മൾ അരമണിക്കൂർ ഡിലേ ഉള്ളു ഇപ്പോഴേ. റീജിയൻ വാൽ റെഡീംസ്. നമസ്കാരം. നമ്മളെത്തി. എവിടെയാണ്? കൈ കെട്ടിയ എല്ലാവരും കൈ കെട്ടി. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഫാത്തിമ ഈസ് ദേർ. Hi bro, big fan. Me too bro. Hello. Hello sir. Hi, yeah I know. Huh? I'm also a big fan bro. I'm a big fan of all of you. I used to watch your tournament. You're just talking about that. That's why they call me undisputed. I'm waking up another season. I've been up on my stats. Now would you look at that? I pop on with the jumper, then the adios. Got it. मैं तेरे बिना लगदा जी, मैं तनो समझावा की ना तेरे बिना लगदा जी, तू की जान प्यार मेरा मैं करूँ इंतजार तेरा, मैं दिल तू यो जान मेरी, मैं तनो समझा की ना तेरे बिना लगदा जी. ബ്ലോഗിലത്തെ ഒരു കുതിരയുടെ പ്രസവം എടുക്കുമെന്നൊക്കെ കുതിര ചന്തി കെട്ടെടുക്കണ്ടായിരുന്നേ. റയോട്ടിൻ്റെ ഇവന്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. കിടിലൻ ഇവന്റ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇവന്റ്. ബാലൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഗെയിമിലുള്ളവർക്ക് വേണ്ടിയിട്ട്. ആൻഡ് നല്ലൊരു ഇവന്റ് ആയിരുന്നു. വന്നില്ലായിരുന്നേ വേണ്ടി മിസ് ചെയ്തേനെ. ആൻഡ് ലൈക്ക് നമ്മൾ വ്ലോഗ് ഇവിടെ എൻഡ് ആവുന്നില്ല. ബാംഗ്ലൂർ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ഫ്രം നൗ. ഓ ഗൈസ്, നമ്മളങ്ങനെ പരിപാടി കഴിഞ്ഞ അവിടെ ഊബർ എടുത്തു. ഒരുത്തയുടെ ഫ്രണ്ടിൽ കയറി മറ്റേ വലിയ ഞെളിഞ്ഞിരിപ്പുണ്ട്. അടുത്ത ഡിക്കി ഇടുന്ന സ്ഥലമില്ല. അതോന്ന് പറഞ്ഞ ഇതില് ആരൊക്കെ ടയർഡായി? ടയർഡാവൊന്നുമില്ല, നൈസായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. ടയർഡാവാൻ കാണുന്നിട്ട് ഉള്ള സത്യം പറ. റയോട്ട് നമ്മളെ വിളിച്ചു ഗൈസ്. അവിടെ ഇരുന്ന് ഇഷ്ടമുള്ള ബിയർ കുടിക്കാം, ഇഷ്ടമുള്ള പെഗ് അടിക്കാം, എല്ലാം അടിച്ചടിച്ചിരിക്കുന്ന. ആര് ടയർഡാവാൻ? അതാണ് ക്ഷീണം. അതാണ് ഇതൊക്കെ പറയണോ മറ്റേ ഫോർമൽ ആയിട്ടൊക്കെ. മറ്റേ അടിച്ച് നിൽപ്പടിയായിരുന്നു. മറ്റേ രണ്ട് മറ്റേ കഴിച്ചോണ്ടിരുന്നപ്പോ പറയണ 2 ഓൾഡ് മോങ്ക് റയോട്ടിന്റെ മാനേജർ നിൽക്കുന്നുണ്ടോ, പുള്ളിയോട് പറയാണ് 2 പെഗ് എടുക്കാൻ. റയറ്റിലുള്ളൊരു വെറുത്ത് നിൽപ്പൻ മറ്റേ വായി ഒഴിച്ചിട്ട് മറ്റേ വെള്ളത്തിന്റെ മറ്റേ കവർ അവർക്ക് ഇഷ്ടപ്പെട്ടു തന്നെയാണ്. ഞാൻ മാത്രമേ വൈബിന് പറ്റിയത്. മെന്നി ഏതായാലും സോഡാ കോപ്പി ഞാൻ തിരിച്ചറിയാം. അവിടെ നിന്ന് ഭയണ്ടല്ലോ, ആ മെന്നിനെ മുടി പിടിച്ചിട്ട് വലിയ അടപ്പം വിചാരിച്ചു. നമ്മളങ്ങനെ ബ്രൈറ്റ് ഫോക്സിന്റെ വീടെത്തി, അതായത് എലിയുടെ വീടെത്തി. കയറി പോണോട്ട് അവളെ സ്വന്തം വീട് പോണവള് എല്ലാം അറിയാന്നുള്ളത് ആദ്യമാണ് പറഞ്ഞത്. കിരണിന്റെ വീടെത്തി. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. ആര് വരണം? സ്വന്തം വീട് എഴുതിക്കോ. എലി എത്തി. ഹായ്, വെൽക്കം. എന്റെ സ്വന്തം വീടാ. കയറി വാ. ഷൂസ് ഊരിട്ട് സോക്സ് ഇട്ട് അറിയാം.
അടി കിട്ടിയത്. അയാൾക്ക് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് 300 രൂപ പറഞ്ഞു, ഓലയിൽ 250 രൂപ കാണിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല, 250 രൂപയ്ക്കാണെ പോവാന്ന് പറഞ്ഞു. അപ്പൊ അവക്ക് വയ്യാത്തോണ്ട് നമുക്ക് പെട്ടെന്ന് വരണം. എന്നിട്ട് ഞാൻ പറഞ്ഞു അവളെ കണ്ടില്ല, 300 രൂപയ്ക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് വരത്തില്ല, അയാൾക്ക് 350 രൂപ വേണം. ഞാൻ 350 രൂപ തരത്തില്ല എന്ന് പറഞ്ഞു. അമ്മമാരെന്തോ കുടുംബശ്രീ 350 രൂപ തരത്തില്ലെന്ന് പറഞ്ഞാൽ 300 രൂപയ്ക്ക് ഞാൻ അവിടെ കിടന്ന് അടി കിട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞു സമ്മതിക്കത്തില്ല, പിന്നെ ഞാൻ വേറെ പിടിച്ചു പോയിക്കോളാം. അയാൾ പറഞ്ഞു എന്നാ വാ പോവാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് കിടന്നിട്ട് അയാൾക്ക് ഞാൻ 320 രൂപ കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കത്തില്ല. ഒരു 20 രൂപയ്ക്ക് വേണ്ടിയാണ് നീ ഈ കിടന്ന് അടി ഉണ്ടാക്കിയത്. മെന്നിയല്ല, സത്യം 20 ഉണ്ടെങ്കിലേ 20 ഉണ്ടെങ്കിൽ ബേബി ഹഗിന് ഒരു സ്നഗ്ഗി വാങ്ങിക്കാം, അറിയാവോ? പാച്ചൂസേ എത്ര നാളെ കണ്ടിട്ട്? സുഖണ്ടാ? അയ്യോ കുഞ്ഞാവ് ഇത്ര സംസാരിച്ചു തുടങ്ങിയില്ല, ഉച്ചല്ലേ കരയുന്നേ ഉള്ളൂ, കാരണം പറഞ്ഞു തുടങ്ങിയില്ല. പറയുമ്പോ മലയാളമായിരിക്കും പറയുന്നത്. ഇനി അടുത്ത നിങ്ങളാണ്. ഓടി 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 മാറ് മാറ് മാറ്. ഹാങ് ഓവർ മാറാ, റീബൗണ്ട്, ബിയർ. നീ ഇത്രയും വലിയ കുടികാരിയായിരുന്നോ? ലിക്കർ, ചോക്ലേറ്റ് അറിഞ്ഞില്ലടി. നീ ഇത്രയും കിടലൊരു സത്യം പറഞ്ഞ നീയല്ലേ പാഷണ ഷാജി അനിയത്തി. എവിടെ പറഞ്ഞ ഏതോ ബിരിയാണി പറഞ്ഞു പറയട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞ് എടി അതല്ല, നമുക്ക് രാമൻ കഴിക്കാൻ പോണെന്ന് പറഞ്ഞടാ. അപ്പൊ എന്താ പറഞ്ഞേ? ഓ എന്തോന്ന് രാമൻ കഫേ, എന്തോ രാമേശ്വരം കഫേയിൽ പോവാന്ന്, രാമൻ കഴിക്കാൻ. രാമൻ രാമൻ എവിടെ? ഒരുമാതിരി ജാപ്പനീസ് വേർഡ് ഒക്കെ മറ്റേ ഇന്ത്യൻ ടീംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. രാമേശ്വരം കഫേ അമ്മ കണ്ണച്ചേട്ടന്റെ നല്ലതാ, കുടുംബം രക്ഷപ്പെടും. കാരണം ഈ ഇടയ്ക്ക് അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നായിരുന്നു. ഇനി ഒരെണ്ണം കൂടെ നാളെ നടന്നാൽ അത് അമ്മ പി രക്ഷപ്പെടും. അതുകൊണ്ടാണ് അവന് ഇഷ്ടപ്പെടും, നീയും ചാവും. ഞങ്ങൾ ഓടുമല്ലോ, നിന്നെ കൊണ്ടേ പോകുള്ളൂ. കണ്ണൻ ചേട്ടൻ അന്നേരോ ബോംബ് പൊട്ടുന്ന നീ തമാശ പറഞ്ഞിട്ട് ചിരിയാട്ടോ, മറ്റേതേ മനസ്സിലാവണില്ല. മനസ്സിലായോ? രാവിലെ നേരം വെളുത്ത് ഇവിടെ ഫുള്ള് അലമ്പ് ഇവിടെ എല്ലാം. നമ്മള് നേരം വെളുത്ത് ഇന്ന് എന്ത് ചെയ്യുമെന്ന പ്ലാൻ നിൽക്കുകയാണ്. ബാംഗ്ലൂരിൽ Day 2. ഞാൻ നമുക്ക് എലിയോട് ചോദിച്ചു എന്ത് ചെയ്യുമെന്നുള്ളത്. ഇവിടെ ഇവിടെ ബാംഗ്ലൂരുള്ളത് എലി, കിരണേ നിങ്ങൾ 4 പേരാണ് ബാംഗ്ലൂരുള്ളത്. ഇന്ന് എന്താണ് പ്ലാന്? പറ എലി, പ്ലാന് പറ. ഇന്ന് നമ്മള് എല്ലാരും ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കുക, അതാണോ? എവിടെന്ന്? നമ്മൾ ഇപ്പൊ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് വീണ്ടും കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് നിങ്ങളെ അങ്ങ് പറഞ്ഞു വിടുന്നു എയർപോർട്ടിലോട്ട്. ഇത്രയുള്ള ബാംഗ്ലൂർ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും ഫുഡ് കഴിക്കുന്നു, വീട്ടിൽ വരുന്ന കിടന്നിട്ട്. ചേട്ടാ ആവേശത്തിലെ ഭഗത് ഫാസിൽ മേടിച്ചിട്ട് 2 ഏക്കർ കണക്കിന് തരിശു ഭൂമിയില്ലേ, അവിടാണ് എയർപോർട്ട്. അത് ബാംഗ്ലൂരുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അത് വേറെ ഏതോ കാട്ടിലാണ്. പറ്റത്തില്ല, ടിക്കറ്റ് കിട്ടാത്തോണ്ട് പോകാൻ പറ്റണ പറയണത്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരുമാതിരി ഗർഭിണികളെ പോലെ ആ കട്ടിൽ കിടന്ന് എനിക്ക് മസാല ദോശ വേണം, എനിക്ക് സ്വസ്ഥതയും സമാധാനം തന്നില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് മസാല ദോശ വേണ്ട, ബിരിയാണി മതി. ആ മസാല ദോശ ഏതോ വാതിലെത്തി. പിന്നെ നീ ഒരു ലോക തോൽവിയാണ്. പിന്നെ നീ എന്തിരിക്കണം? നീ വീട്ടിൽ പോകണ്ടേ? ദോശ ഇല്ല, പോ, ഇറങ്ങി പോ. ദോശയൊന്നും ഇല്ല, ക്യാൻസൽ ചെയ്ത്. ചായ ഇല്ല, ഇറങ്ങ്. അത് വരാൻ 3 മണിക്കൂർ, നീ പോയി പോയിട്ട് വാ. നമ്മൾ ആക്ച്വലി എലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അവളെ കൊറിയൻ ഉണ്ട പൊട്ടി. പറഞ്ഞിട്ട് തലയിടിച്ചിട്ട് ആദ്യം നമ്മളോട് എന്റെ തല പോയെന്നല്ല, എന്റെ ഹെയർ സ്റ്റൈലെന്ന് നമ്മൾ ഇറങ്ങി. എന്തായാലും നല്ല കിടലൊരു സംഭവം. ഹെയർ സ്റ്റൈലല്ല, മണ്ട പൊട്ടി, തല പൊളിഞ്ഞ്. തല വലിയ കുഴപ്പമില്ല, ചോര വരുന്നുണ്ട്. ചോര പിടിക്കും, അത്രേ ഉള്ളൂ. കിരണേ, ഇവളല്ലാതെ ആരെങ്കിലും ഈ ചൂടത്ത് സ്വെറ്റർ ഇട്ടോണ്ട് ഇറങ്ങൂടെ? ഒരു മിനിറ്റ്.
ഈ അതിന്റെ മെയിൻ എവളല്ലാതെ ആരെങ്കിലും ഈ ചൂടത്തെ കറുപ്പിന്റെ ഡ്രസ്സിന്റെ മുകളിൽ സെറ്റിട്ടുണ്ട് ഇറങ്ങുമോ? അയ്യേ, പാവം ഒരു ഷർട്ട് ഇട്ടോണ്ട് വന്ന അത്യാവശ്യം ഡ്രസ് സെൻസ് ഉള്ള ഒരാളാണ് ഞാൻ വിചാരിച്ചത്. നല്ല ബ്ലാക്ക് ഇട്ടിട്ട് അതിന്റെ മുകളില് സ്വെറ്റർ ഇട്ടോണ്ടിരിക്കണ്. എന്തേലും ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനത്തെ മണ്ടൻ ഫ്രണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്യുക. നമ്മൾ ആക്ച്വലി ബിരിയാണി കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ വന്നു. മേഘ്ന ബിരിയാണി. നല്ല അത്യാവശ്യം ഗ്രാൻഡ് സ്ഥലമാണല്ലേ. എന്നെ എലീനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരെല്ലാവരും ഫുഡ് വന്നപ്പോൾ കഴിക്കാൻ പോയി ഗൈസ്. നല്ല കിടിലൻ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ, അല്ലേ? പീസ് അത് തിരിച്ചിട്ടാ മെൻസായി. എലി ബാത്റൂമിൽ പോയി. സംഭവം മുടിയെട്ടാൻ പോയതാ, ചീപ്പും കൊണ്ട് മുടിയെട്ടാൻ പോയത് എലി. ഈകളെ എന്താ പറയാൻ പോണേ? ഞാൻ ഇന്നലെ മട്ടൺ ട്രൈ ചെയ്തായിരുന്നു ഇവിടെ. നല്ലതാണോ മട്ടൺ? എനിക്ക് മെനഞ്ഞാന്ന് മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി എനിക്ക് അതൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അന്ന് ചിക്കൻ ഇവർ ഓർഡർ ചെയ്ത ചിക്കനായിരുന്നു. ചിക്കൻ കിടിലമായിരുന്നു. ഞാൻ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ബിരിയാണി പോലത്തെ ബിരിയാണി അല്ല, നമ്മൾ മലബാർ സൈഡ് ബിരിയാണി പോലെ അല്ല. ഇത് വേറൊരു ഹൈദരാബാദ് ടൈപ്പ് പോലത്തെ ഒരു ബിരിയാണി. സ്പൈസി ഒക്കെയാണ്. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, നമ്മളൊരു ഒരു കുറേ ഇതിനകത്ത് തന്നെ ചിക്കനിൽ തന്നെ ബോണുണ്ട്, ബോൺലെസ്സും ഉണ്ട്. ബോൺലെസ് ആണ് ഇന്നലെ നമ്മൾ ട്രൈ ചെയ്തത്. അത് ഇവിടെ മേടിച്ചത്. ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പം ബോൺലെസ്സിന് വന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ മണ്ടയിലൊരു ഗ്രേവി പോലെ ഇങ്ങനെ വരും. അത് ഭയങ്കര ടേസ്റ്റാണ് ആ ഗ്രേവിക്ക്. ആ ഗ്രേവി ബോൺലെസ് വരില്ലേ? അത് ഉണ്ടെന്ന് തോന്നുന്നു. ബോൺ ഞാൻ മേടിച്ചില്ലേ. ബോൺലെസ് ഗ്രേവി ഇല്ലേ? ഇവരെല്ലാവരും പറയണത് ബോൺലെസ് ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കാനാണ്. ഞാൻ ആക്ച്വലി ബോൺലെസ് ഫാൻ അല്ല. എനിവേ പക്ഷേ ഇവർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട്. എന്താടാ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നിട്ട് ക്യാമറ പിടിച്ചിരിക്കുന്ന അതിനാ എൻ്റെ പൊന്നിടാവേ. എങ്ങനെയുണ്ട് ചോദിച്ചു പോയവൻ എങ്ങനെ ഉണ്ടെന്ന്? എങ്ങനെ ഇരിക്കണം? ഇവളെ അറിയാൻ പറ്റില്ല കൈസ്. മട്ടൻ കേട്ടോ, ഞാനത് തീർക്കും കൈസ് മട്ടൻ. ഇതെന്താണ്? ഈ ഗ്രേവി, ഇത് തൈര് സാലഡ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നീ പറയണത്. ബിരിയാണി എന്ന് കേട്ടപ്പോഴേ എലി ഇവിടെ മറ്റേ ഇത് കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം. നിന്റെ നീ കരയണേ നിന്നെ. ബിരിയാണി തരാടി. ചിക്കൻ ബോൺലെസ് ബിരിയാണി. ഇത് ചിക്കനാണോ? എലിയുടെ വാക്ക് കേട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഓക്കെ, ഗ്രേവി എല്ലാം ഒഴിക്കണം. കുഴച്ചു. വായിന്ന് വെള്ളം വരണുണ്ട്. ഇതിലേക്ക് ആദ്യം നീ പറഞ്ഞതുപോലെ ഈ സാധനം ഒഴിക്കണം. എന്നിട്ട് ഒരു ചിക്കനും ഇച്ചിരി ഗ്രേവിയുടെ എടുത്ത് ഒഴിക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. ഒന്ന് മിക്സാക്കിയതിന് ശേഷം എനിക്ക് ഓൾറെഡി വെള്ളം വരുന്ന വായിന്ന്. സത്യം സീരിയസ് ആയിട്ട് കിട്ടുന്ന സാധനം കേട്ടോ. നമ്മളെ കേരളത്തിൽ ഇതൊക്കെ എന്താ വരാത്ത? ഞാൻ നോർമലി ഹൈദരാബാദ് ടൈപ്പ് ബിരിയാണിയുടെ ഫാനല്ല, പക്ഷേ ഈ സാധനം ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ പ്ലേറ്റിലെ ബിരിയാണി തീർന്നു ഓൾറെഡി. ഇവരൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷ അന്യ കിരണേ. ഒരു ബോൺലെസ് ചിക്കൻ ബിരിയാണി ചിക്കൻ്റെ ഫാൻ അല്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയല്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കഴിച്ച് കഴിഞ്ഞിട്ട്. നല്ല കണ്ണാടി. ഈ പെമ്പിള്ളേരോട് ഒരു സ്ഥലത്ത് പോവാക്കൂല. നമുക്ക് നെറ്റിയിലൊരു സിന്ദൂരം ഇടാൻ വയ്യ.
ആ ലിപ്സ്റ്റിക് ഇട്. എടാ ഗൈസ് ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇത് ഇവർ വേറെ സംസാരിച്ചോണ്ട് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ്. ഇവിടെ വേണ്ട ടിപ്പിക്കൽ ഹസ്ബൻഡ് അല്ലേ. അവിടെ വൃത്തിയിടോ. ഓ അത് തന്നെ കോഴി തുറച്ചോളഞ്ഞത്. അത് കൂടുതലടാ തുറച്ചോളാ. മോൻ തുറച്ചോളണം അത്. ഈ വീഡിയോയോട് കൂടി ഈഗിൾ എയറിൽ ടിപ്പിക്കൽ മറ്റേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അല്ലാതെ മറ്റേ ഇതവള് താലിമാല പോലും ഇട്ടിട്ടില്ല. എനിക്കതൊന്നും അങ്ങനെ ടിപ്പിക്കലൊന്നും അല്ല. എനിക്കതൊന്നും പ്രശ്നമുള്ള ആളല്ല. പക്ഷെ എനിക്ക് അത് ഇട്ട് കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട്. എനിക്കത് ഇട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ആരെന്ത് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. നല്ല ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണി സൂപ്പർ. പക്ഷെ മട്ടൻ ബിരിയാണി മാത്രം ഒരു ആവറേജ്. ഞാൻ പറഞ്ഞില്ലേ മട്ടൺ ആവറേജ് ആണ് ഇവിടുത്തെ. അവര് ചിക്കൻ അത് ബോൺലെസ് വിഷയമല്ല. നമ്മൾ എലി പറഞ്ഞായിരുന്നു ഫുഡ് പാഴ്സൽ ചെയ്ത് പുറത്തിരിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. എലിയുടെ വായത് നല്ലൊരു വർത്തമാനം വീണു. പക്ഷെ അത് അവിടെ ഈഗോ ഒരു നല്ല കാര്യം അവിടെ ചെയ്ത് പറയുമ്പോൾ ഈഗോ അടിച്ചേട്ടാ. ഞാൻ ആക്ച്വലി അങ്ങനെ കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഹോട്ടലിൽ ഇങ്ങനെ ഇതുവരെ പാഴ്സൽ കൊടുത്തിട്ടില്ല. അതെൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ്. ആ എവിടെ കൊടുത്താണോ അവള്? കൊടുത്തില്ലേ എലി? കൊടുത്തിട്ടാ? കൊടുത്താ? കയ്യിരിക്കണ തന്നെ രണ്ടു വേണ്ട. ആ അന്ന് ഇവിടെ കൊടുത്താ എന്താ? ആണോ എന്നാ പറഞ്ഞ ചർച്ചയിലുള്ളതാണ്. ഞാൻ പറഞ്ഞേ ഞാൻ നിൻ്റെ വെച്ച് പറഞ്ഞു വിചാരിച്ചാണ് അവളെ വൃത്തിയുടെ കണ്ണാടിയും. ആ ഞാൻ പറഞ്ഞേ എലി നല്ലൊരു കാര്യം പറഞ്ഞ് നമ്മൾ കഴിച്ചുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ആ ബാക്കി വന്ന പാഴ്സല് ആർക്കെങ്കിലും പൊതിഞ്ഞ് കൊടുക്കാമെന്ന് ഉടനെ ചാടി ഈഗോ പൊട്ടിയിട്ട്. എലി മാത്രമല്ല ഞാനും കിരൺ ചേട്ടനൊക്കെ പറഞ്ഞായിരുന്നു എന്ന്. പക്ഷെ അത് എലിയാണ് പറഞ്ഞത്. ഫസ്റ്റ് ആരാ പറഞ്ഞത്? ആണോ? എന്തായാലും നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടാ. ഐ മീൻ ഇറ്റ്സ് എ ഗുഡ് തിങ്. അതെ നല്ലൊരു കാര്യമാണത്. ഒരു ടീം വർക്ക്. അതെ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യണം അല്ലേ? നിങ്ങളുടെ ഫുഡ് വേസ്റ്റ് അത്രേ ഉള്ളൂ. ഇവിടെ കാണാൻ സത്യം മറ്റേ എന്തോന്നും സുരേഷ് ഗോപിയുടെ മേഘമൽഹാർ മേഘ സന്ദേശോ അങ്ങനെ സിനിമ ഉണ്ട്. ആ അതെ അങ്ങനെ സിനിമ ഉണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ ആ സിനിമയിലെ ആ പ്രയത്ന പോലെ ഇല്ലേ റോസിയെ പോലെ. സത്യം കറക്റ്റ് ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റ് എത്തി. ഇതിന് വേറെന്താ പേര് പറഞ്ഞാൽ എന്തായിരുന്നു? ബ്രിഗേഡ് റോഡ്. ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് കിരണാണ് ഫുൾ നമ്മുടെ ഗൈഡ്. എവിടെ പോകണം ഗൈസ്? അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. എലി എൻ്റെ കുഞ്ഞിനോട് ചെറുപ്പം നീല വാങ്ങിച്ചേരണ മേടിച്ചോ. പച്ച അല്ല കുഞ്ഞിനെ പച്ചവെള്ളം എടുക്കും. അല്ല ഇപ്പം വാങ്ങിക്കല്ലേ? എന്തിട്ടാ? അല്ല നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നീ അങ്ങനെയല്ല തുടങ്ങിയത് പറഞ്ഞ്. ആണല്ലേ? അലർജി വരില്ലേ? സോക്സ് റെഡി ആണല്ലേ? ഓക്കെ ശരി. അപ്പോൾ കുഞ്ഞിന് ചെരുപ്പ് നമ്മളൊരു അനിമി സ്റ്റോറി വന്നു. മീഗിളിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാർട്ടൂൺ സ്റ്റോറിൽ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ആദ്യ സാധനം വാങ്ങിച്ച അവനാണ്. ഞാൻ അതല്ല വാങ്ങിച്ചത്. എനിക്ക് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. ഫോർമുല റേസിൻ്റെ ഒരു രക്ഷയില്ലാത്ത സാധനം കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴാണ്. പക്ഷേ ഭയങ്കര നല്ല ക്വാളിറ്റി. ഒരു രക്ഷയില്ല സാധനം കേട്ടോ.
ഒരു പക്ക ഒരു ലൈക്ക് നമ്മൾ എബ്രോഡിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യണം അതൊരു ടോയ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കത്. നല്ല ഫിനിഷിങ് പെയിന്റിംഗ് എല്ലാം കേട്ടോ. അങ്ങനെ എടുത്ത നല്ല വെയിറ്റും ഉണ്ട്. മെന്നി ഒരു ഫ്രെയിം കൊടുത്ത് ഇനി ഇത് എത്ര പീസായിട്ട് അവിടെ എത്തും എന്നുള്ളത് അവിടെ എത്തുമ്പോൾ അറിയാം. അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ പരിപാടി കഴിയാറായി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാറായി. പക്ഷെ ഭയങ്കര പെട്ടെന്ന് സമയം പോയല്ലേ. ഇനി ഒരു വര കൂടെ വരേണ്ടി വരും. ഒന്നിൽ കൂടുതൽ വരേണ്ടി വരും. അപ്പോൾ നമ്മളിനി എന്താണ് നെക്സ്റ്റ് എനിക്ക് അറിയത്തില്ല. കാല് നല്ല കഴിക്കുന്നുണ്ട്. നടന്ന് ഉപ്പാടായി. ഒരു വെള്ളം കൂടി കുടിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ബൈ 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 ബൈ. ഈകളെവിടെ? ഏതാടാ? ഓ കാശുള്ളവൻ എന്തും കാണിക്കാമല്ലോ. അങ്ങനെ തിരിക്കണം. വെറും തീട്ടം. ഇതിൻ്റെ വീട് വരുമല്ലേ. പോരാ ഈകളെടാ ഞാൻ ചലിക്കുന്നു. ബൈ 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 ഏട്ടാ. ബൈ എടി ബൈ ബൈ ടാറ്റ. ബൈ 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 ടാറ്റ. അപ്പം ഗൈസ് അപ്പോൾ എന്നെ കിരൺ കൊണ്ട് ഊബർ വിളിച്ച് ചിലപ്പോൾ ഊബറിനെ കൊണ്ട് പോയിട്ട് കാണാം. ബൈ ബൈ. സോ ഇതാണ് എന്നെങ്കിൽ ഇറ്റ് വാസ് എ റിയലി നൈസ് ട്രിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രൈറ്റ് ബോക്സ് ചാനൽ. എല്ലാവരും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇനി വീണ്ടും അടുത്ത ട്രിപ്സ് വരുമ്പോഴത്തേക്ക് പിപിനെയും കൊച്ചിനും കൊണ്ടൊക്കെ വരണം. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ. ലവ് യു ഓൾ. ടാറ്റ.